കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ടൂറിസ്റ്റ് പ്ലേസ് മീൻപിടിപ്പാറ ടൂറിസം. ഇവിടേക്ക് എത്തിച്ചേരാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം ഇതാണ്. ഈ കാണുന്നതാണ് കൊട്ടാരക്കര KSRTC സ്റ്റാൻഡ്. ഈ സ്റ്റാൻഡിനോട് ചേർന്ന് കിടക്കുന്ന സിഗ്നലിൽ നിന്നും ഏകദേശം 100 മീറ്റർ മുന്നോട്ട് പോകുമ്പം സെന്റ് ഗ്രിഗോറിയസ് കോളേജിന്റെ ഒരു ആർച്ച് വലതുവശത്ത് കാണാൻ സാധിക്കും. ആ ആർച്ച് കയറി 1 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിച്ചേരാം. കൊല്ലം DTPCയുടെ നിയന്ത്രണത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരാൾക്ക് 20 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീസ്. ഇതൊരു ഫാമിലി സ്പോട്ട് ആയതുകൊണ്ട് തന്നെ കുട്ടികളെ ആകർഷിക്കുന്നതിന് വേണ്ടി ഒരു ചിൽഡ്രൻസ് പാർക്ക് സജ്ജീകരിച്ചിട്ടുണ്ട്. മീൻപിടിപ്പാറ എന്ന് കേട്ടാൽ മീൻ പിടിക്കാനോ മറ്റോ ഉള്ള സ്ഥലമാണെന്നാണ് ആദ്യം തോന്നുക. എന്നാൽ ഒഴിവു സമയങ്ങൾ ചെലവിടാൻ പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണ്. ഇവിടുത്തെ പ്രത്യേകതകൾ അനവധിയാണ്. അതിലൊന്നാണ് ഇരിപ്പിടങ്ങളോട് കൂടിയ 1/2 കിലോമീറ്ററോളം നീണ്ടുകിടക്കുന്ന മനോഹരമായ നടപ്പാത. രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രവർത്തന സമയം. ശാന്തമായി ഒഴുകുന്ന വെള്ളവും ചുറ്റും നിറയുന്ന പച്ചപ്പുമെല്ലാം ആരെയും ആകർഷിക്കും. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത പുനലൂർ തൂക്കുപാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ പണിഞ്ഞിരിക്കുന്ന ഒരു മിനിയേച്ചർ തൂക്കുപാലമാണ്. ഇതിലൂടെ കയറി ചെല്ലുന്നത് സ്റ്റെപ്പുകൾ കൊണ്ട് അലങ്കരിച്ച മനോഹരമായ ഒരു അരുവിയിലേക്കാണ്. ഇവിടുത്തെ വെള്ളത്തിന് രോഗശാന്തി ഗുണങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഇവിടെ സ്ഥിരമായി എത്താറുണ്ട്. ഇവിടുത്തെ വെള്ളം ഔഷധ സ്നാനത്തിന് വളരെ നല്ലതാണെന്ന് ചില പഴമക്കാർ സാക്ഷ്യപ്പെടുത്തുന്നു. ചെങ്ങമനാട് കിഴക്കേ തെരുവിലെ ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങളിലൂടെ ഒഴുകിയ ശേഷമാണ് വെള്ളം ഇവിടെ എത്തുന്നതെന്നാണ് ഇവർ ഇതിന് വിശദീകരണമായി പറയുന്നത്. ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന ഈ സ്റ്റെപ്പുകൾ ഈ ഒഴുകി വരുന്ന വെള്ളത്തിന് ഒരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട്. സ്റ്റെപ്പുകൾക്ക് അത്യാവശ്യം ഗ്രിപ്പ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ തെന്നി വീഴാനുള്ള സാധ്യത വളരെ കുറവാണ്. സേഫ്റ്റി സൈൻ ബോർഡുകളും ഇവിടെ കാണാൻ സാധിക്കും. മീൻപിടിപ്പാറ എന്ന പേര് അർത്ഥവത്താക്കുന്നതിന് വേണ്ടി ചൂണ്ടയിൽ കൊരുത്ത രീതിയിലുള്ള ഒരു വലിയ മത്സ്യത്തിന്റെ സ്റ്റാച്ചുവും ഇവിടെ കാണാൻ സാധിക്കും. കാഴ്ചകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല. മനോഹരമായ മറ്റൊരു ടൂറിസ്റ്റ് പ്ലേസിന്റെ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.